തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക വന്നതോടെ കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യാപക പരാതികൾ ആണ് ഉയരുന്നത്. കൌൺസിലർ സുധാമണി ഉൾപ്പെടെ 460 പേരുടെ വോട്ടുകൾ വാർഡ് മാറിയാണ് രേഖപ്പെടുത്തിയത്. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക വന്നതോടുകൂടി തന്നെ ഒരുപാട് പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. വോട്ടർമാർ തന്നെ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഒരു വാർഡിലെ വോട്ടർ അടുത്ത വാർഡിലേക്കായി മാറുന്നു. അങ്ങനെ നിരവധി പരാതികൾ വരുന്നു. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ കൌൺസിലർ സുധാമണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട പരാതിയായിട്ടുള്ളത്? കൌൺസിലറുടെ വോട്ട് പോലും സ്വന്തം വാർഡിലില്ല എന്നുള്ളതാണ്. അതെ, വാസ്തവത്തില് വോട്ടർ പട്ടിക 2 ദിവസമായിട്ടേ കിട്ടിയിട്ടുള്ളൂ. ഓൺലൈനിലാണ് പരിശോധിച്ചപ്പോൾ നമുക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയുന്നില്ല. കാരണം 1136 മുതൽ 1594 വരെയുള്ള നമ്പറുകൾ, ഏകദേശം 400 ചില നമ്പറുകൾ തൊട്ടടുത്ത വാർഡില് വോട്ടേഴ്സ് അവിടെയാണ് കാണുന്നത്, അവരുടെ ബൂത്തിലാണ് കാണുന്നത്. അപ്പോൾ കല്ലായി വാർഡിന് 36-ാം വാർഡ്, ഇപ്പം നിലവിൽ 36-ാം വാർഡാണ് കല്ലായി. ആ വാർഡിനെ സംബന്ധിച്ച് ഈ വോട്ടർമാരെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആര് വന്നു, ഈ വോട്ടർമാർ എന്തായാലും അവർ പറഞ്ഞ പ്രകാരം ഉള്ള വോട്ടേഴ്സ് വരുന്നില്ല, അത് ഏത് വാർഡിൽ നിന്ന് വന്നു എന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ച് വോട്ട് ചെയ്തിരുന്ന ഇത്രയും കാലം വോട്ട് ചെയ്യുന്ന ബൂത്തൊക്കെ മാറി വാർഡ് വരെ മാറിയൊരു അവസ്ഥയാണുള്ളത്. നമുക്കൊന്നും, അതായത് 400ഓളം വോട്ടർമാർ വേറെ വാർഡിലേക്കാണ്. വേറെ വാർഡ്, അത് 36 എന്ന നമ്പറിലാണ് കിടക്കുന്നത്, വാർഡിലല്ല. വാർഡ് മാറി 36 ആഴ്ചവട്ടം വാർഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ 7-ാം തീയതിക്കുള്ളിൽ ഇതെല്ലാം തിരുത്തി അവരുടെ യഥാർത്ഥ വാർഡിലേക്ക് തന്നെ മാറ്റേണ്ടത്, അതിനുള്ള സമയം കഴിയുമോ? നമ്മളിപ്പോ ഇതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം മാറ്റണമല്ലോ. നമ്മൾ അഡീഷണൽ സെക്രട്ടറിയെ കാണും നാളെ. കോർപ്പറേഷൻ സെക്രട്ടറിയെ കണ്ടിട്ട് ഇത്രയും മിസ്റ്റേക്ക് നമ്മൾ കണ്ടുപിടിച്ചത് ബോധ്യപ്പെടുത്തും. എല്ലാ വാർഡിലും ഇതുപോലെ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ അതിനെന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇരുന്നിട്ട് ഒരു തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും പറയാൻ പറ്റുള്ളൂ. കൌൺസിലറുടെ വോട്ടും മാറിയിട്ടുണ്ട്. എന്റെ വോട്ട്, എന്റെ വാർഡിലെ മുൻ കൌൺസിലർമാരുടെ വോട്ട്, എല്ലാവരുടെ വോട്ടും മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിചയമുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോഴാണ് ഈ 460. ഒട്ടേറെ അഡ്രസ്സ് കണ്ടുപിടിക്കേണ്ട ആളുകൾ വരുമ്പോൾ നമുക്ക് എണ്ണം തന്നെ പറയാൻ പറ്റില്ല. കല്ലായി വാർഡിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത് വെച്ച് നോക്കുമ്പോൾ കോർപ്പറേഷന്റെ സ്ഥിതി എന്തായിരിക്കും ദൈവത്തിന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്നലെയാണ് പ്രസിദ്ധീകരിച്ചത്. ഇപ്പം വിശദമായ പരിശോധനകളൊക്കെ അതാത് ബൂത്ത് കമ്മിറ്റികളിലൊക്കെ നടക്കുന്നേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്കൊരു പൂർണ്ണ വിശദാംശങ്ങൾ കിട്ടുള്ളൂ. അതാണ് സ്ഥിതി. 2 ദിവസം കൊണ്ടുള്ള പഠിച്ചതാണ് ഇത്രയും. ഇനി തുടർന്ന് പഠിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇവർ പറഞ്ഞതുപോലെ തന്നെയാണ്, കൌൺസിലറുടെ വോട്ട് പോലും തൊട്ടടുത്ത വാർഡിലാണുള്ളത്. അവിടുത്തെ വോട്ടർമാരും ഇത് തന്നെയാണ് സ്ഥിതി. 400ഓളം വോട്ട് അങ്ങനെ വന്നു എന്നുള്ളതാണ്. എന്തായാലും പൂർണ്ണമായ പരിശോധനകൾ നടക്കുന്നതേ ഉള്ളൂ. വലിയ പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. ഏറെ ഗൗരവകരമായ കാര്യമാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തു വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടാണെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും പറയുന്നു. വോട്ടുകൾ പലതും വാർഡുകൾ മാറിയാണ് രേഖപ്പെടുത്തിയതെന്നും അടിയന്തര ഇടപെടൽ വേണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖും ആവശ്യപ്പെട്ടു. കരട് വോട്ടർ പട്ടിക ഇറങ്ങിയത് ഇന്നലെയാണ് ഔദ്യോഗികമായി. അതിനു മുമ്പേ തന്നെ ഈ വോട്ടർ പട്ടികയുടെ കോപ്പികൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ ചോർത്തി കൊടുത്തു. എല്ലാ പാർട്ടിക്കാർക്കും 15 ലഭിക്കുമ്പോൾ അവർക്ക് 1 മാസമാണ് കിട്ടുന്നത്. 2. മൂന്നാമത്തെ കാര്യം, ഇറങ്ങിയ വോട്ടർ പട്ടികയിൽ നിരവധി ആളുടെ പേരിടില്ല. ഞങ്ങൾ ഇന്നൊരു പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഇപ്പോൾ സ്ഥലത്തുള്ള നിരവധിയായ UDF-യുടെ വോട്ടുകൾ അതിൽ തള്ളപ്പെട്ടിരിക്കുന്നു. പിന്നെ ചില ആളുകളുടെ വോട്ടുകൾ അടുത്ത വാർഡിലേക്കാണ്. അപ്പം ഞാൻ എൻ്റെതല്ല, ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ വോട്ട് എൻ്റെ അടുത്ത വാർഡിൽ. ഏതായാലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. അട്ടിമറിയിലൂടെ വിജയിക്കാമോ എന്നുള്ള ഏറ്റവും മോശകരമായ ഒരു പ്രവൃത്തിയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെയും അതുപോലെ തന്നെ ഭാഗത്തു നിന്നും CPM-ന് വേണ്ടി ഉണ്ടാകുന്നത്. പല പ്രദേശങ്ങളിലെയും വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ പോലും ഇല്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രമാത്രം ഗുരുതരമായ ക്രമക്കേടുള്ളൊരു വോട്ടർ പട്ടിക ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ, 7-ാം തീയതി മാത്രമേ സമയമുള്ളൂ. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ ക്രമക്കേട് കണ്ടെത്തി തിരുത്തുക എന്നുള്ളത് തന്നെ അസാധ്യമാണ്. കാരണം സർക്കാരും അതുപോലെ ഇലക്ഷൻ കമ്മീഷനും ഇത് കരടാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 ലക്ഷം വോട്ടർമാരെ കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം അനർഹരായിട്ടുള്ള ആളുകൾ ഇത് കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ 5000-ഓളം വോട്ടുള്ള വാർഡിൽ ഉള്ള വോട്ടുകൾ ഇപ്പോൾ മറ്റു പല വാർഡുകളിൽ, തൊട്ടടുത്ത വാർഡുകളിലായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും
ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ജയിച്ചടക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഗവൺമെന്റും അധികാരികളും ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഏറെ ഗൗരവകരമായിട്ടുള്ള സംഭവം തന്നെയാണ്, ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര വലിയ ഒരു ക്രമക്കേട് ഉണ്ട് എന്ന് പറയുമ്പോൾ അനാസ്ഥയാണോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അതോ ഇപ്പോൾ ആരോപിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയുടെ ഭാഗമാണോ എന്നതൊക്കെ ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം താനും. ഇത് എത്രയും പെട്ടെന്ന് അത്തരം നടപടികളിലേക്ക് കടന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അത്തരം നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമോ? എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? പരാതികൾ ഏതു തരത്തിലാണ് പുറത്തേക്ക് വരുന്നത്? സ്വാതി, വ്യാപകമായ പരാതികൾ തന്നെയാണ് ഉയർന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് വോട്ടർമാർ, അതാത് വാർഡുകളിലല്ല പല ആളുകൾക്കും വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്, സമീപത്തെ വാർഡുകളിലും മറ്റു വാർഡുകളിലും എല്ലാം തന്നെയാണ്. അതിന്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിലെ കല്ലായി വാർഡിലുള്ള കൗൺസിലറായിട്ടുള്ള സുധാമണി, അവരുടെ വോട്ട് എന്ന് പറയുന്നത് കല്ലായിക്ക് അപ്പുറത്തുള്ള ആഴ്ചവട്ടം വാർഡിലാണ്. അത് അവർക്ക് മാത്രമല്ല, മുൻപ് കൗൺസിലറായിരുന്ന ആളുകളുടെയും അതോടൊപ്പം തന്നെ അവർ കണ്ടെത്തിയിട്ടുള്ള 460 ആളുകൾ, ഒരു വാർഡിലുള്ള 460 ആളുകളുടെ വോട്ട് തൊട്ടടുത്ത വാർഡിലേക്ക് മാറി എന്നുള്ള ഗുരുതരമായ പിഴവാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു വാർഡിൽ മാത്രമായിട്ടുള്ള സംഭവമല്ല. ഇവിടുത്തെ ഏറെക്കുറെ എല്ലാ വാർഡുകളിലും ഇതുപോലെയുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കോഴിക്കോട് ഈ കോർപ്പറേഷൻ മാത്രമല്ല, ജില്ലയിലെ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇതിന് സമാനമായ സാഹചര്യങ്ങൾ ഉണ്ട്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന, നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ പട്ടികയിൽ പ്രകാരം കല്ലായി വാർഡിലുണ്ടായിരുന്ന വോട്ടർമാരിൽ അവിടുത്തെ ആഴ്ചവട്ടം രണ്ടാം ബൂത്തിലെ 1136 മുതൽ 1594 വോട്ടർമാർ, അവർ പൂർണ്ണമായും കല്ലായി വാർഡിലെ വോട്ടർമാരാണ്. അവരെയാണ് ഇവിടെ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ സുധാമണിയാണ് നിലവിലെ കല്ലായി വാർഡിലെ കൗൺസിലർ. അവരുടെ വോട്ടർ എന്ന് പറയുന്ന 1280 നമ്പർ വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവരും ആഴ്ചവട്ടം വാർഡിലാണ് എന്നുള്ളതാണ്. എന്തായാലും വലിയ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇതിനെതിരെ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടത്തിയിരുന്നു. ഈ വോട്ടർ പട്ടിക ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടർ പട്ടിക കരട് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുക. അതിന് മുമ്പ് തന്നെ CPM-ന് വോട്ടർ പട്ടിക ചോർന്നു കിട്ടി എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. പഞ്ചായത്തുകളിൽ നിന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാർ ഈ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അവിടെ നിന്നും അവർക്ക് CPM-ന് അത് ചോർന്നു കിട്ടി. അതുകൊണ്ട് അവർക്ക് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അവസരം ലഭിച്ചു. പക്ഷേ കോൺഗ്രസിനോ അല്ലെങ്കിൽ UDF-ലെ മറ്റു പാർട്ടികൾക്കോ അതിന് അവസരം ലഭിച്ചില്ല. അപ്പോൾ മനഃപൂർവ്വം വരുത്തിയിട്ടുള്ള പിഴവും അതോടൊപ്പം തന്നെ ഇത് കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ വോട്ടർ പട്ടികയിലുള്ള പരാതികൾ നേരത്തെ ആരോപണം ഉന്നയിച്ചതാണ്. എന്തായാലും വലിയ തോതിലുള്ള പരാതികൾ, വ്യാപകമായ പരാതികൾ ഇതിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴുണ്ട്. ഇനിയിപ്പോൾ 7-ാം തീയതി വരെയാണ് സമയമുള്ളത്. ഈ തിരുത്തിയതെല്ലാം തന്നെ, ഇപ്പോൾ തെറ്റായിട്ടുള്ള വോട്ടുകളെ തിരുത്തി അതാത് വാർഡുകളിൽ തന്നെ ആക്കുന്നതിന് വേണ്ടി 7-ാം തീയതി വരെ സമയമുണ്ട്. പക്ഷേ പൊതുപ്രവർത്തകർ പറയുന്നത്, സാധാരണഗതിയിൽ ഈ വോട്ടർമാർ കൂടുതൽ ആളുകളും അതാത് പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകരാണ് അവരെ വോട്ട് അറിയിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇതെല്ലാം തന്നെ പരിശോധിക്കാനുള്ള ഒരു സമയം, അല്ലെങ്കിൽ ഇത് തിരിച്ച് അതാത് വാർഡുകളിലേക്ക് ആക്കാനുള്ള ഒരു സമയം കുറവാണ് എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള പരാതികൾ ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതോടുകൂടി തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക വന്നതോടെയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യാപക പരാതികൾ ഉയരുന്നത് എന്നുള്ളതാണ്. കൗൺസിലറുടെ അടക്കം പേരുകൾ മറ്റു വാർഡുകളിലേക്ക് മാറി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ക്രമക്കേട്, അതിൽ അട്ടിമറി എന്നുള്ള ആരോപണവും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ആ വിവരങ്ങളാണ് പ്രസാദ് ഉടുമ്പിശ്ശേരി നൽകിയത്.